എല്ലാവർക്കും പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോളണ്ടിൽ നിന്ന് ട്രക്കിന് വേണ്ട ടയർ അതെടുത്തുകൊണ്ട് നേരെ പോകുന്നത് ജർമ്മനി ഓസ്ട്രിയ പാസ് ചെയ്ത് ഇറ്റലിയിൽ മിലാൻ എന്ന് പറയുന്നൊരു സിറ്റിയിലോട്ടാണ്. ഒരുപാട് ദൂരമൊന്നുമില്ല, ഏതാണ്ട് ഒരു 1450 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ഈ യാത്ര. ഏകദേശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടാണ് എടുക്കുക. എന്നാൽ ഇതിനിടയ്ക്കൊരു വീക്കെൻഡ് കയറി വരുന്നുണ്ട്. പ്ലസ് നമുക്കൊരു 45 റെസ്റ്റാണ് അത് വരിക. അതുകൂടാതെ നമ്മുടെ അലോട്ട്മെൻറ്റ്, അതായത് ടൈം ഓഫ് അലോട്ട്മെൻറ്റ് തന്നിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 11:30, തിങ്കളാഴ്ച രാവിലെ 11:30ക്കാണ് നമ്മുടെ ടൈമിങ് തന്നേക്കുന്നത്, ഡെലിവറി ടൈമിങ്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ കാണുക, നമ്മൾ കൂടുതലും ഹൈവേകൾ തന്നെ ആയിരിക്കും. ഹൈവേ അല്ലാതെ വേറെ എങ്ങും പോകാനുള്ള ചാൻസുകളില്ല. പ്യുവർ ഓൺ ഹൈവേ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ യാത്ര നമ്മളൊരു ടൗണിനകത്തോട്ട് കയറുക കേട്ടോ. പമ്പിൽ സ്പേസ് ഉണ്ടല്ലോ. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് നമുക്ക് ഇപ്പുറത്തെ ട്രാക്കിലോട്ട് കയറണം. അതാണ് ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് തരണം. എനിക്ക് തോന്നുന്നത് ആ റെനോൾട്ടിൻ്റെ വണ്ടിയില്ലേ, അവൻ സ്ലോ ചെയ്ത് തരും. ഹാൻഡ്സ് ഓഫ് ബ്രോ. അപ്രിഷ്യേറ്റ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അയാൾക്കൊരു താങ്ക്സ് കൊടുക്കണം. 1 2 3 4 5. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത്രയും ഒരു ലൈൻ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രയോറിറ്റി ഇല്ല. ബട്ട് നല്ലവനായ ആ ഡ്രൈവർ നമുക്ക് വേണ്ടി അവിടെ സ്ലോ ഡൗൺ ചെയ്ത് തരികയും നമ്മൾ ആ ലൈനിൽ നിന്ന് കയറി നമ്മൾ തിരിച്ച് ഇപ്പുറത്തെ ലൈനിലോട്ട് തന്നെ മാറുകയും ചെയ്യുന്നു. A6 എന്ന് പറയുന്ന ഹൈവേയിലോട്ട് കയറിയിട്ടാ. നമുക്ക് ബെർലിന് 150 കിലോമീറ്റർ ഉണ്ട്. ബെർലിൻ റോഡ്.
ഫുൾ വെയിറ്റ് 15 ടണ്ണാണ്. 15 ടണ്ണാണ് വണ്ടി ഉള്ളത്. അപ്പം 15, 30, 20 ടണ്ണ് ടയറുണ്ട്. 20 ടണ്ണ്. എൻ്റെ ഒരു ശതമാനമുള്ളൊരു ഹിൽ ഏരിയ ആണ് കേട്ടോ. ഹിൽ സ്റ്റേഷൻ കയറ്റമാണ്. 5% ഫ്ലോപ്പിയാണ്. നമ്മളെ ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ പെഡൽ ബ്രേക്ക് യൂസ് ചെയ്യുമല്ലോ. ഇവിടെ പെഡൽ ബ്രേക്ക് എന്ന് പറയുന്നത് എമർജൻസി ആയിട്ടും വണ്ടി നിർത്താനായിട്ടും സ്റ്റോപ്പ് ചെയ്യാനായിട്ടും വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളൂ. താങ്ങിക്കൊടുക്കാനായിട്ട് ഒരിക്കലും ഉപയോഗിക്കില്ല. അതിനിവർ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ഒന്ന് റൊട്ടാർ ബ്രേക്കിങ്, രണ്ടാമത്തെ വെച്ചാൽ ലിമിറ്റ് സെറ്റ് ചെയ്ത് പോവുക. അതായത് റൊട്ടാർ ബ്രേക്കിംഗ് ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് പെട്ടെന്ന് സ്ലോ ഡൗൺ ചെയ്തെടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് വെക്കും. എന്നാൽ ലിമിറ്റ് സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിം സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിറക്കം ഇങ്ങനെ ഇറങ്ങി പോന്നു, അതൊരു 85 പോകുന്നതെന്ന് കരുതുക. വണ്ടി 90 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ലിമിറ്റ് 85 സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 3 കിലോമീറ്റർ അഡീഷണൽ ഇട്ടിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വണ്ടി 88 വരെ ചെന്നിട്ട് ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെ എൻജിൻ ബ്രേക്ക് ആക്ടിവേറ്റ് ആക്കും. എന്നിട്ട് ആ 88 വരെ ഇങ്ങനെ നിൽക്കും. 89 പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിടിച്ചിട്ട് പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് 85 കൊണ്ടുവരും. ആ ടൈമിൽ നമ്മൾ പിന്നെയും റെസ്യൂം അടിച്ച് ക്രൂസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യും. അപ്പം ഇവിടെ ബ്രേക്കിങ് അങ്ങനെ ബ്രേക്ക് യൂസ് ചെയ്യില്ല എന്നല്ല, പക്ഷേ മാക്സിമം നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യാതെയാണ് ഓടിക്കുക. അതുകൊണ്ട് ഇപ്പോൾ 87 കയറി, ഞാൻ 85 ഇത് ലിമിറ്റ് സെറ്റ് ചെയ്തു. കണ്ടോ വണ്ടി ഇറങ്ങിപ്പോകുന്നുണ്ട്. 88 റെഡ് അടിച്ചേക്കുന്നുണ്ട്. അതായത് 89 4 എൻ്റെ ഇട്ടേക്കുന്നത്. 89 വെച്ചെന്ന് വണ്ടി 89 അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കണ്ടോ 88 പിന്നെ അതിനി കുറഞ്ഞു വരും. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ അടുത്ത എനിക്കൊക്കെ എളുപ്പമായിരുന്നു. ഇത് പഠിച്ചെടുക്കാൻ എളുപ്പം കേട്ടോ. അങ്ങനെ വലിയ പേടിയുള്ള കേസൊന്നുമല്ല. ഓരോ വണ്ടിയെ പറ്റി ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഞാനിവിടെ വന്നിട്ട് ബെൻസ് ഓടിച്ചിട്ടുണ്ട്, സ്മാൻ ഓടിച്ചിട്ടുണ്ട്, റെനോൾട്ട്, ഡഫ്. പക്ഷെ ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു വണ്ടിയുണ്ട്, പക്ഷേ ഇതുവരെ കിട്ടാത്ത ഒരു വണ്ടി ഇവാക്കോ. അത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ ഓടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെനോൾട്ടാണ്.
അഗെയിൻ ടയർ ലോഡുമായിട്ട് വേണ്ടി നോക്കുന്നു. ഇതുണ്ടോ നമ്മളെ നാച്ചുറൽ എനർജീസ് ഇല്ല, മീൻസ് സൺലൈറ്റ് ഈസ് ഓൾറെഡി ഒരു എനർജിയാണ്. അത് തരിശു ഭൂമിയാണ്. തരിശു ഭൂമിയിൽ അവർ സോളാർ പാടം സെറ്റ് ചെയ്തേക്കാണ്. അത് നമ്മൾ സോളാർ പാടം എന്നാണ് പറയുക. കാരണം ഫുള്ള് ഒരു ഏരിയ ഫുള്ള് ഇതുണ്ട്, അത് മുഴുവൻ സോളാറിൻ്റെ പാനലുകൾ വെച്ചേക്കാണ്. എന്നിട്ട് ഈ എനർജി എടുക്കും ഇവർ. അതായത് ഈ സോളാറിൽ നിന്നുള്ള ഈ എനർജി എടുക്കും, വിൻഡിൽ നിന്നുള്ള എനർജി എടുക്കും. എന്നിട്ട് ഈ സോളാറും വിൻഡും ഉള്ള എനർജികൾ ഇവിടുത്തെ പബ്ലിക് സിസ്റ്റംസ് ഇല്ലേ, അതായത് നമ്മുടെ എന്താ പറയുക പെട്രോൾ ബങ്കുകൾ, അവിടുത്തെ നിന്നുള്ള എനർജി, അവിടെ കാറുകൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജീസ്, മീൻസ് അതിനുള്ള ഇലക്ട്രിസിറ്റി, അങ്ങനെ അതിനു വേണ്ടി, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും. പിന്നെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഹോം യൂസിനും അല്ലെങ്കിൽ കോർപ്പറേറ്റ് യൂസേജിനും ഒക്കെ ആയിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എത്ര തോട്ട്ഫുള്ളായിട്ടാണ് നോക്കി. അതായത് തരിശ് നിലമാണത്. ആ നിലം അവരത് ഫ്രീ ആയിട്ട് അവർ അതിനകത്തു നിന്ന് സോളാർ എടുക്കാനുള്ള ഇത് ചെയ്തു. ഇത് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കോസ്റ്റ് കാണും കേട്ടോ. പക്ഷേ അവർ ചെയ്ത ഐഡിയ വളരെ വർക്കൗട്ട് ആയിട്ടുള്ള ഐഡിയ ആണ്. ഓക്കെ, എന്ത് ഭംഗിയായിട്ട് അത് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. ആ സൂര്യന് ഏറ്റവും കൂടുതൽ ചൂട്, മീൻസ് പ്രകാശം എങ്ങനെയാണ്, ഏത് ആംഗിളാണ് കിട്ടുക എന്ന് വരെ നോക്കിയിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. എന്തുകൊണ്ടും നല്ലൊരു ഐഡിയ ആണ്. നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കേസാണിത്. ടൗണിൻ്റെ ഔട്ട് പാസ് എത്താറായിട്ടാണ്. ഒരു 13 കിലോമീറ്റർ കഴിഞ്ഞാൽ ബെർലിൻ ടൗണിനെ കവർ ചെയ്തു പോകും. ലൈനിലോട്ട് മാറി. ആ ഓടിക്കാരെ നമുക്ക് താങ്ക്സ് തന്നിട്ടാ പോയേട്ടാ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രക്കുമായിട്ട് മുട്ടിച്ചല്ലേ നിന്നിരുന്നേ. ഞാനും കരുതി കാറ് അല്ലേ, കയറിപ്പോണേ കയറിപ്പോട്ടെന്ന്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. നമ്മൾ ഓപ്പോസിറ്റ് വരുന്നവനെയും നമ്മുടെ ഓപ്പോസിറ്റ് ട്രാക്കിൽ നിൽക്കുന്നതിനെ നമ്മൾ ബഹുമാനിച്ചാൽ
ഡെഫിനറ്റായിട്ട് അവനെ നമ്മളെ ബഹുമാനിക്കും. ആരും റൂഡാവത്തില്ല. ഇവിടെ എവിടെയെങ്കിലും ഇത്രയും ബ്ലോക്കുകൾ ഉണ്ടാകുന്നതുണ്ട്, നിങ്ങൾ പല സ്ഥലത്തും കണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും ഹോൺ അടിക്കുന്ന കേട്ടാ? ഹോൺ അടിയില്ലേ? ഇവിടെ നമ്മുടെ വണ്ടിക്കൊക്കെ ഹോൺ ഉണ്ട്, പക്ഷെ അടിച്ചിട്ട് തന്നെ കാലങ്ങളായി. ആകെപ്പാടെ ഞാൻ ഹോൺ അടിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞു പിള്ളേര് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കും. ആ സമയത്ത് അവരത് കാണിക്കുന്ന ഹോൺ അടിക്കാനായിട്ടാ. അപ്പം മാത്രമേ ഞാൻ ഹോൺ അടിച്ചിട്ടുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വിവിൻഡിനോയിൽ ബ്ലോക്കിൽ കിടക്കുമ്പോൾ. നോക്കി വെള്ളം കണ്ട, ഇതെനിക്കൊന്ന് വലുതാണ്ടോ, ചെറുതൊന്നും വേണ്ട. ഞാൻ അറിയാൻ പോലെ ചെറിയ വട്ടക്കായലോ വല്ലോ എന്ന് പറയാൻ വരുമായിരുന്നു. അങ്ങോട്ടുണ്ട്. അത് പുതിയ ഐറ്റം ആണ് കേട്ടോ. നേരെ ഇതുണ്ട്, അത് 9 നമ്പർ റോഡാട്ടാ. 10 നേരെ വന്നിട്ട് 9 ഇടാൻ പോവാ. അപ്പോൾ ഉടായ്പ കുഞ്ഞു വഴി കൂടെ തന്നെ ആണെന്ന് തോന്നുന്നു ബീച്ചിൽ പോകുന്നത്. ഒരു മറ്റേ കാറ്റാടി മരം കാണാം. അതിൻ്റെ ഇത് നോക്കിയേ, ബീഫിൻ്റെ വലിപ്പം നോക്കിയേ. എന്നാ നീളമല്ലേ? കറങ്ങുന്നുണ്ടോ? കൊണ്ടുവന്നുണ്ടോ? ഭയങ്കര പയ്യെ കറങ്ങുന്നുണ്ട്. എന്നാ പൊക്കത്തിലാണ് നിൽക്കുന്നത് കണ്ടോ? കണ്ട് കമ്പനി വണ്ടിയാണല്ലോ. PZ മാനാണല്ലോ, പുതിയ മാനാന്ന് തോന്നുന്നുണ്ടോ? യെസ്, PZ അല്ല, 2S596 പരിചയമുള്ള വണ്ടിയാണ്. പഞ്ചാബിയാന്ന് തോന്നുന്നു. ലാസ്റ്റ് കറക്റ്റ് ടൈപ്പാ. ബീറ്റൽ, വോൾക്സ്വാഗൺ ബീറ്റൽ. ഇമേജുകൾ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക്
പ്രദേശത്തോട്ട് കയറിയിട്ടാ. ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്ത് മാത്രമേ പൊക്കം ലോഡ് ഇരിക്കുന്നതുകൊണ്ട് പെടന്ന് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് വണ്ടി. പിന്നെ ഇങ്ങനെയുള്ള കട്ടിങ്ങുകൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശത്തോട്ടാണ് ഇവിടെ ഒരൊറ്റ പാർക്കിംഗ് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ടാക്കോ ടൈം എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വേണം കയറാനായിട്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒന്നുകൂടെ പറയുന്നു മാത്രം. കാരണം നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ചെറിയ പ്രായമായ കൂട്ടുകാർ പറയാറുണ്ട് ട്രക്ക് ഡ്രൈവറായിട്ട് വരണമെന്ന്. ഈ പോയിൻ്റോ ഇങ്ങനെ ഒരു വ്യൂവിലുള്ളൊരു വീഡിയോ ചെയ്യുന്നതിന് കാരണം തന്നെ നിങ്ങളത് മനസ്സിലാക്കുക. കാരണം ഒരു ട്രക്കർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല അവൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അതെന്ന് വെച്ചുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല കേട്ടോ, അതുകൂടെ പറയാം. കാരണം അവരൊന്ന് പ്രിപ്പയർ ആവണം. കാരണം 30 സ്പീഡ്. ആ ആ ആ